നിശബ്ദമാ അരങ്ങത്തു കളിവിളക്കിൻ്റെ കണ്ണീരെണ്ണയും വറ്റി ആട്ടത്തിരശീല പിന്നി ആരോ ഒരു രൗദ്രവേഷം ആർദ്രമാം നന്മയുടെ മാർത്തടം പിളർന്നുച്ചണ്ട താണ്ഡവമാടി ദിഗന്ധം ഭേദിക്കുന്നു. കണ്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ വായിച്ചു മടക്കിയതില്ലത്തെ കഷ്ടകാണ്ഡത്തിൻ കറുത്തൊരധ്യായമോ. കളിവിളക്കില്ല, കാതിൽ കേളിക്കൊട്ടില്ല, കാതര ജീവിതം പോലെ അകത്താളിക്കത്തിയും കെട്ടും നിൽക്കുമൊരാശാദീപം മാത്രം. തിമിർത്തു പെയ്യും കർക്കിടമഴയുടെ തേങ്ങലോടൊപ്പം കേൾക്കാം ആകായിലൊരൂർധ്വൻവലി അഗ്നിയാ ഹമിസ പുകഞ്ഞേ പോകും അമ്മ തന്നവസാന ശ്വാസത്തിൻ ഫലശ്രുതി. അന്യമായി തീരാൻ പൂണോരാത്മാവെ സംരക്ഷിക്കാൻ പുണ്യമാം ധാന്വന്തരം ചാലിക്കുകയാണോപ്പോൾ. ചാണക്കല്ലിൽ ചന്ദനം പോലെ തൻ്റെ ജീവിതമരച്ചേ തീർത്ത പാവമാണെന്നോപ്പോൾ. കാണാമെനിക്ക് കരിന്തിരി വെളിച്ചത്തിലെല്ലാം, പക്ഷേ കണ്ടു നിൽക്കാൻ വയ്യ, കാൽക്കൽ ഭൂമി പിളരുന്നു. മുജ്ജന്മശാപത്തിന്റെ കൊടും തീ പടരുന്നു, മുറവിളി കൂട്ടുന്നു. മുറ്റത്തപ്പോൾ മോക്ഷം കിട്ടാ പരേതന്മാർ പാതിയോളം പതിരായിപ്പോയ ജീവിതത്തിൻ്റെ പ്രാണഭാരം പേറി പടിയിറങ്ങട്ടെ ഞാൻ. വാതിൽ വലിച്ചടയ്ക്കട്ടെ, വാക്കുകൾ മുറിക്കട്ടെ, വരാമെന്ന വ്യർത്ഥതയുടെ വ്യാമോഹമുടയ്ക്കട്ടെ. ക്ഷമിക്കുക, പൊറുക്കുക പെറ്റൊരമ്മേ, എന്റെ കർമ്മപന്ഥാവിലും മൂർത്താവിലും നിന്റെ സൂര്യസ്പർശം ജ്വലിക്കട്ടെ. ക്ഷമിക്കുക, പൊറുക്കുക പെറ്റൊരമ്മേ, എന്റെ കർമ്മപന്ഥാവിലും മൂർധാവിലും നിന്റെ സൂര്യസ്പർശം ജ്വലിക്കട്ടെ. താങ്ക് യു. സർഗ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ചെറിയൊരു പാട്ടല്ലേ? എന്താ അർത്ഥം? പറ.
കുറച്ച് ലെങ്ത് ഉണ്ട് പാട്ടിന്. അവക്ക് എളുപ്പം ഇങ്ങനെ നിന്നിങ്ങനെ പാടിയാ മതി എന്നായതുകൊണ്ട് അവൾക്ക്. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സാർ, ഉറപ്പായി ഇത്തരം പാട്ടുകൾ വരുമ്പോ അറിയാതെ വായിൽ ആദ്യം ശരത് സാറിന്റെ പേര് വരിക. ഒരു പക്ഷേ ഈ പാട്ടിന് സരസാറിന്റെ മാത്രം ജഡ്ജ്മെന്റ് ആയാലും കുഴപ്പമില്ല. മക്കളെ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക്. മൂവി ഈ പുഴയും കടന്ന്, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി. നമ്മള് ഈ കവിതയൊക്കെ പാടുമ്പോൾ മലയാള ഭാഷ ചിത്രം അങ്ങനെ പറയൂ. ചിത്രം ഈ പുഴയും കടന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി സർ. സംഗീതം ജോൺസൺ മാഷ്. ആലപിച്ചത് വേണുഗോപാൽ സർ. നമുക്ക് ഈ റൗണ്ടിൽ മലയാളം മാത്രം സംസാരിക്കാം. വെരി ഗുഡ്. ആലാപനം വേണുഗോപാൽ സർ. വെറും വേണുഗോപാലാണോ? ജി വേണുഗോപാൽ സർ. മറക്കരുത്, വേണുഗോപാൽ മാഷ്. മക്കളെ, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് നമ്മുടെ ഗിരീഷ് അണ്ണാച്ചി എഴുതിയേക്കുന്നത്. ഇത് പാടിയേക്കുന്ന അണ്ണാച്ചിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട് വേണുചേട്ടൻ. അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ, കാര്യം ഇതിന് പോസിറ്റീവായിട്ടുള്ള സംഭവം അല്ലല്ലോ, ആണോ? 5 സെന്റ് സ്ഥലം ഇവിടെ ഇതിന്റെ അടുത്ത് മേടിച്ചു എന്നുള്ളതല്ലല്ലോ ഇത്. ഹൃദയത്തിലെ ഹൃദയ സ്പർശിയായിട്ടുള്ള വരികളാണ്, വളരെ ആഴമുള്ള വരികളാണ്. അപ്പൊ മോളെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഇതിന്റെ ആൾക്ക് അർത്ഥം മനസ്സിലാക്കിയാണോ കുഞ്ഞ് പാടുന്നത്? കുറച്ചൊക്കെ അറിയാം. ഓക്കെ, നന്നായി. അപ്പൊ അതില് മാർത്തടം പിളർന്ന് അതൊന്ന് പാടാമോ? ആരോ ഒരു രൗദ്രവേഷം ആർദ്രമാം നന്മയുടെ മാർത്തടം പിളർന്നുച്ചണ്ട താണ്ഡവമാടി ദിഗന്ധം ഭേദിക്കുന്നു. ദിഗന്ധം മുമ്പ് പാടിയപ്പോ വേറെ എന്തോ പാടിയ മോള്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ പാടിയപ്പോ മ്യൂസിക്കലി ഓക്കെ. ദിഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പാറു? ഞാൻ അത് ആലോചിച്ചോണ്ടിരിക്കുക. ദിഗന്ധത്തിനെ പറ്റി. ദിഗംബരനെ അറിയുള്ളൂ. ദിഗംബരൻ എന്താണ്? അനന്തഭദ്രത്തിലെ അതല്ലേ, എന്താണ് ദിഗംബരൻ? ദിക്കുകളെ ഉടുക്കുന്നവൻ പരമശിവൻ. ദിഗംബരൻ അത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് പറയൂ, ദിഗന്ധം. ദിഗന്ധം നിന്നോടാ? ആരാണ് പാടിയത് ഇവിടെ വന്ന്? ദിഗന്ധം എന്തോ ഒരു സ്മെല്ലാന്ന് തോന്നുന്നല്ലേ? അത് സുഗന്ധം. അത്തറോ ഒന്നുമല്ല. ഇവിടെ ദിഗന്ധം എന്ന് പറഞ്ഞ ചക്രവാളങ്ങളുടെ അതിര്, അതാണ് ദിഗന്ധം. അതുകൊണ്ടാണ് ഒരു ചെറിയ വാക്കാണെങ്കിൽ അതിന് അർത്ഥം ഭീകര അർത്ഥമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച മോള് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പാടുന്നതെന്ന് കുഞ്ഞ്. പിന്നെ ചില സ്ഥലങ്ങൾ മോള് കുറച്ചും കൂടെ ശ്രുതി ചേരാടാ. നമ്മളൊരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കവിത ചൊല്ലുമ്പോൾ അങ്ങനെ അത് നമ്മൾ അതിനകത്ത് കയറി പിടിക്കേണ്ട കാര്യം അർത്ഥം മനസ്സിലാക്കി പാടിയാൽ മതി. പക്ഷേ ഇത് മ്യൂസിക്കൽ ഷോ ആണ്, മ്യൂസിക്കലി അത് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രുതി പക്ക ആയിരിക്കണം. അതുപോലെ തിമിർത്ത് പെയ്യും കർക്കിട മഴയുടെ അതൊന്ന് പാടാമോ? തേങ്ങളോടൊപ്പം അത് കഴിഞ്ഞിട്ട് പാടിയാൽ 2 വരി കഴിഞ്ഞിട്ട് പാടിയാലും മതി. തിമിർത്ത് പെയ്യും പാടണ്ടേ? പാടിക്കോടാ. മോളെ അത് ഫ്ലാറ്റ് ആടാ, ഒന്നുകൂടെ മഴ കയറ്റി പിടിക്കും. മോളെ, അകായിലൊരു ഊർധ്വൻ വലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഊർധ്വൻ വലി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഞാൻ ചോദിച്ചത് ഊർധ്വൻ വലിയുടെ കാര്യമാണ്. എന്താണ് ഊർധ്വൻ വലി? പാറു, നിനക്കറിയാമെങ്കിലും പറയാം. ഊർധ്വൻ വലി കുറച്ചുകൂടെ എളുപ്പമുള്ള പാട്ടെടുത്തു മോളെ. അത് കാര്യം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിലും അപ്പോഴും നമ്മൾ ഓരോ വാക്കുകൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുറേയും കൂടെ അത് അതിന്റെ കൊടുക്കേണ്ട ഭാവം കൊടുക്കാൻ പറ്റൂ, അല്ലേ? അറിയായിരുന്നു സാർ, മറന്നുപോയത്. മക്കള് ഊർധ്വൻ വലി എന്ന് പറയുമ്പോൾ കൂർക്കം വലി എന്ന് വിചാരിച്ച് പാടിയാലും ഒരു കാര്യമില്ല. ഊർധ്വൻ വലി, മരിക്കാൻ കിടക്കുന്ന ആളുടെ അവസാന ശ്വാസം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ, എങ്കിലും മോക്കത് കൃത്യമായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ മലയാള ഭാഷ, ഞാനിത് എൻ്റെ അമ്മയുടെ മലയാളമാണ് എനിക്കുള്ളത്. എനിക്ക് ആകെ കുറച്ച് അറിയാവുന്ന ഭാഷ മലയാളമാണ്. പിന്നെ തമിഴിനോടൊരു പ്രേമം ഇഷ്ടം ഉള്ളതുകൊണ്ട് തമിഴ് എനിക്ക് ഇഷ്ടമാണ്. ഈ മലയാളമൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളും ഒക്കെയാണ് ഞാൻ ഈ വെച്ച് അലക്കുന്നത്.
അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം മോളെ. ഹവിസ് എന്താണ് ഹവിസ്? ഹവിസ് എന്ന് വെച്ചാൽ ഹോമത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെയും അതിൽ നിന്ന് വരുന്ന പുകയും ഓക്കെ, അത് സംഭവിച്ചു. എന്തൊക്കെ രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് വന്നിരിക്കും. അമ്മ തൻ അവസാന അതൊന്ന് പാടാമോ? അമ്മ തന്നവസാന ശ്വാസത്തിൻ ഫലശ്രുതി. ശ്വാസത്തിൻ എന്ന് പറഞ്ഞാൽ അത് ഇത്ര ബലം പിടിക്കണ്ട. അതിനു മുമ്പേ അമ്മ അങ്ങ് പോകും. അതിന് നല്ലത് ഇച്ചിരി സമാധാനത്തോടെ പാട്. അമ്മ തന്നവസാന ശ്വാസത്തിൻ. അപ്പൊ നോക്കാം, അത് ഗ്രിപ്പ് കിട്ടുന്നില്ല മോളെ. പാട്. ശ്വാസത്തിൻ സ്ലോ ആയിട്ട് പാടും മോളെ. ശ്വാസത്തിൻ ഫലശ്രുതി. ആ മുൻജന്മ അത് മോള് ശ്രുതി, അതാണ് അത് പ്രധാനമായിട്ട്. അതൊക്കെ ചേർന്നോണം കേട്ടോ മോളെ. ക്ഷമിക്കുക, പൊറുക്കുക ഒന്ന് പാടാമോ? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? ആദ്യത്തെ പ്രധാനമായിട്ട് പാട്. എനിക്ക് കേൾക്കേണ്ട രണ്ടാമത്താണ്. മോൾ ആദ്യത്തെ പാടി വന്നു. ക്ഷമിക്കുക, പൊറുക്കുക, അതെന്ത് കൃത്യമായി? ആ അപ്പൊ വേറെ ലെവലായി. പൊറുക്കുക ചേരട്ടെ. പൊറുക്കുക പെറ്റുരമ്മേ. അതൊന്ന് പെറ്റുരമ്മേ. പെറ്റുരമ്മേ. ആ റൂട്ട് അല്ല, ഈ അമ്മ മാതാപിതാക്കളെ പറ്റിച്ച ഇങ്ങനുള്ളത് വരുമ്പോ അവര് തെറ്റിക്കും. അമ്മേളി ഇരുന്ന് ദൈവം കേട്ടോ. പെറ്റൊരമ്മയാണ് ഏറ്റവും വലുത്. അറിയാമോ? കാര്യം അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, അല്ലേ? ആരെ കാണിച്ചു തന്നാലും ഇതാടാ മോനെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതാണ് അച്ഛൻ. നമുക്ക് അച്ഛൻ കാണിച്ചു തരുന്നതാണ് ഗുരു, അല്ലേ? ആ ഗുരു കാണിച്ചു തരുന്നതാണ് ദൈവം, മനസ്സിലാക്കി തരുന്നതാണ് ദൈവം. ഇവിടെ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വരെ 4ാം സ്ഥാനമേ ഉള്ളൂ. അപ്പം അമ്മ എന്തുമാത്രം ഉയർന്നതാണ്. അപ്പം എല്ലാവരും അമ്മമാരെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളെല്ലാം അച്ഛനും അമ്മയ്ക്കും സന്തോഷം വരാത്ത ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. നല്ലത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. അപ്പം എല്ലാ നന്മയും ഉണ്ടാവട്ടെ മോളെ. ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പാട്ട് ഇത് ഇത്രയും കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഈ കവിതകൾ പാടുമ്പം അങ്ങനെ ഒരു കഷ്ടപ്പെടാൻ മോളെ. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്താണിത് നോക്കിയാൽ കിട്ടും അത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ വളരെ നന്നായിരുന്നു മോളെ. ഇതിൽ ഏറ്റവും പറയാൻ ഈ പറഞ്ഞ പോലെ ശരത്തേട്ടനാണ്. അതിന് കംപ്ലീറ്റ് നല്ല എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെന്താണ് ശരിക്കും സബ്ജക്റ്റ് ഇതിന്റെ മോളെ? അത് കുടുംബത്തിന്റെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, അവസ്ഥകളെ കുറിച്ചൊക്കെ. ഓക്കെ, മോള് തന്നെ സെലക്ട് ചെയ്തതാണോ? ഗ്രൂമേഴ്സ് ഒക്കെ ചേർന്ന് സെലക്ട് ചെയ്തതെന്നാ. ഓക്കെ, നന്നായിരുന്നു. എന്തായാലും ഇത്രയും കാണാൻ പഠിച്ച് എനിക്ക് ഇതിൽ പല വാക്കുകൾ അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഏതോ മലയാളം മറ്റേ ക്ലാസ്സിലിരുന്ന് പരീക്ഷയ്ക്ക് പോകുന്ന പോലെയായിരുന്നു. ഈ റൗണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ടഫസ്റ്റ് റൗണ്ട് ഇൻ സൂപ്പർ സ്റ്റാർ ഹിസ്റ്ററി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റൗണ്ടുകൾ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നന്നായിരുന്നു മോളെ. എന്തായാലും നൈസ് അറ്റംപ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക സർഗ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അത്രയും ഹാപ്പി അല്ലാത്ത ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സർഗയ്ക്ക് പറ്റിയിട്ടുണ്ട്, സർഗയുടെ സിംഗിങ്ങിന് പറ്റിയിട്ടുണ്ട് മോളെ. ഇത് നമ്മുടെ ഒരു നോർമൽ സോങ്ങിന്റെ സ്ട്രക്ചർ പോലും അല്ല ഇതിന്, അല്ലേ? നമുക്ക് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓക്കെ പല്ലവി തിരിച്ച് വരും, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എനിക്കൊന്ന് ലാസ്റ്റുള്ള ഈ പറഞ്ഞ പോലെ ക്ഷമിക്കുക, പൊറുക്കുക, അത് മാത്രമല്ല റിപ്പീറ്റ് വരുന്നുള്ളൂ, അല്ലേ? ബാക്കി ഒരു വരിയും റിപ്പീറ്റ് ഇല്ല. ഉള്ള വരിയിലാണെങ്കിൽ ഇങ്ങനത്തെ കുറെ വാക്കുകളും. സമ്മതിച്ചു മോളെ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഇതാ ഡീറ്റെയിൽ ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു, സിംഗിങ്ങിനെ പറ്റിയും പറഞ്ഞു, അത് കൂടാതെ വാക്കുകളെ പറ്റിയും പറഞ്ഞു. അപ്പം ഈ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളതൊന്ന് മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ അതിൻ്റെ റിസൾട്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു
അടുത്തൊരു മെയിൻ പോയിന്റ്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് ഇപ്പം കവിതാ റൗണ്ട് മാത്രമല്ല, ഏതിപ്പോൾ ഒരു ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും അർത്ഥം മനസ്സിലാക്കി പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി വരും അതിനോട്. അപ്പം അത് ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ ഗുഡ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ ചോദിക്കാം. ഓക്കെ ഷാനിക്ക. 8.4. 8.4. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8.5. 8.5. ഞാൻ ഷാനെ നോക്കിയിരിക്കും ഇരുന്ന് കുഞ്ഞിരുന്ന് എഴുതുന്നു. ഓക്കെ താങ്ക് യു. ഇല്ല പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞു. അല്ല അതല്ലേ രസം, അതല്ലേ? Okay. കണക്ട് അല്ലേ? കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. പോട്ടെ, 8.5. പോട്ടെ. ഓക്കെ ഹരിച്ചേട്ടാ. പറയൂല. So total 16.9. Okay.